പ്രത്യക്ഷണം കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങൾ. ഞാൻ ഒരു വാക്യം വായിക്കാം. ന്യായാധിപന്മാർ 6:12 മുതൽ 14 വരെയുള്ള വാക്യമാണ്. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി. അല്ലയോ പരാക്രമശാലി, യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനേ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവരുടെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചത് മിദ്യാനിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ വിലക്കോടെ പോകാം, നീ ഇസ്രായേലിനെ മിദ്യാനിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാൻ അല്ലയോ നിന്നെ അയക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ഒരു വ്യക്തിയെ വിശുദ്ധ വചനം നമ്മെ പരിചയപ്പെടുത്തുന്നു. ആ വ്യക്തിയുടെ പേരാണ് ഗിദെയോൻ. ഇസ്രായേൽ മക്കളുടെ നന്മ മിദ്യാന ശക്തി നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവർ അനുഭവിക്കേണ്ട നന്മ മിദ്യാനം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഗിദെയോൻ എന്ന മനുഷ്യൻ മിദ്യാനയുടെ കയ്യിൽ അകപ്പെടാതിരിക്കേണ്ടതിന് അവൻ ഗോതമ്പ് മുന്തിരിച്ചപ്പിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. ഒരു മനുഷ്യൻ മുന്നറിയിപ്പോടെ വളരെ ശ്രദ്ധയോടെ മിദ്യാനയുടെ കയ്യിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ഗോതമ്പ് മെതിക്കുന്നു. ആ വ്യക്തി അന്വേഷിച്ച് ദൈവം ഇറങ്ങി വരുന്നു. 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അല്ലയോ പരാക്രമശാലി, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഗിദെയോനെ ദൈവം വിളിച്ചത് പരാക്രമശാലി എന്നാണ്. പക്ഷെ ഗിദെയോൻ പറഞ്ഞത്, ദൈവമേ, നീ ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ടും നീ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായിരുന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന എന്താണ്? ഈ ചോദ്യം ശരിക്കും പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. ഞാൻ ഇത്രത്തോളം പ്രാർത്ഥിച്ചിട്ടും അങ്ങയുടെ കൂടെ ഇരുന്നിട്ടും എന്തുകൊണ്ടാണ് ദൈവം തിന്മകൾ സംഭവിക്കുന്നത്? ഞാൻ കഴിവില്ലാത്തവനാണ്, ഞാൻ ബലഹീനനാണ്, ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നവനാണ് എന്നൊക്കെ ഗിദെയോൻ പറയുമ്പോൾ ദൈവം നെഗറ്റീവായിട്ടൊരു വാക്കല്ല ഗിദെയോനോട് പറഞ്ഞത്. അല്ലയോ പരാക്രമശാലി എന്നാണ്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ച് എല്ലാം തീർന്നു പോയി എന്ന് കാണുമ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ദൈവമല്ല, ദൈവം പോസിറ്റീവ് എനർജി തരുന്ന ദൈവമാണ്. നിങ്ങൾ ഒരിക്കലും ഗിദെയോനെ പോലെ മാനസികമായി തളർന്നു പോകരുത്. നിങ്ങളുടെ അകത്ത് ഒരു പരാക്രമശാലിയുണ്ട്, നിങ്ങളുടെ അകത്ത് ഒരു ബലവാനുണ്ട്. അത് മറ്റാരുമല്ല, സർവശക്തനായ നമ്മുടെ ദൈവം തന്നെയാണ്. 1 യോഹന്നാൻ 4:4 ഇങ്ങനെ പറയുന്നു, നിങ്ങളുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. അതുകൊണ്ടാണ് ദൈവം ഗിദെയോനോട് പറഞ്ഞത്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. പ്രിയ യുവജനങ്ങളെ, സൺഡേ സ്കൂൾ കൂട്ടുകാരെ, നിങ്ങൾ നിരാശയിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപോട്ടുള്ള യാത്രകളിൽ പ്രതികൂലങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങൾ നിങ്ങൾ സമ്മതിക്കാതെ പ്രതീക്ഷിക്കാത്ത പല തിന്മകൾ സംഭവിച്ചേക്കാം. എന്നാൽ നമ്മുടെ സ്ഥിതി അറിയാവുന്ന നിങ്ങളുടെ മേലുള്ള പ്രോമിസുകൾ ഫുൾഫിൽ ചെയ്യാൻ ഒരു ദൈവം നിങ്ങൾക്കുണ്ട്. പക്ഷെ വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ തളർന്നു പോകരുത്, നിങ്ങളുടെ ഹൃദയം ഒതുങ്ങി പോകരുത്. ഞാൻ ഇല്ലാതെയായി, ഞാൻ ഒതുങ്ങിപ്പോയി, ഇനി എനിക്കൊരു ജീവിതമില്ല, ഇനി എനിക്കൊരു ഫ്യൂച്ചർ ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഒരു ഗിദെയോനെ പോലെ എഴുന്നേൽക്കാം,